ബൈബിളിലെ ദൈവത്തിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് സീരിയസ് ആങ്കർ മാനേജ്മെന്റ് ഇഷ്യൂസ് ഉണ്ട്. പുള്ളിക്ക് നിസ്സാര കാര്യം ഒരു ആപ്പിൾ കഴിച്ചു എന്നുള്ളതിന് തലമുറകളായി ഒറിജിനൽസിൽ കൊടുക്കുക. ഒറിജിനൽസിൽ എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന ഓരോ കുട്ടിയും പാതികളായിട്ട് ജനിക്കുന്ന ആ ഒരു സെറ്റപ്പ്. ഇവിടെ നാം കണ്ടല്ലോ ലൂസി ചന്ദ്രശേഖരൻ എന്ന നിരീശ്വരവാദി, ഫ്രീ തിങ്കേഴ്സ്. അദ്ദേഹം സ്വയം സയൻസ് ഇല്ലസ്ട്രേറ്റർ ആണെന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് കേട്ടല്ലോ, അതായത് ബൈബിളിലെ ദൈവം ഒരു ആപ്പിൾ പറിച്ചു തിന്നതിന്, ഒരു പഴം പറിച്ചു തിന്നതിനാണോ ഇത്ര അങ്ങ് ദേഷ്യപ്പെട്ട് ഒരു ആങ്കർ മാനേജ്മെന്റ് ഇല്ലാത്ത മനുഷ്യനെ പോലെ, ഒരു കോപശീലനായ മനുഷ്യനെ പോലെ മൊത്തം നശിപ്പിച്ച് കൈക്കൊടുത്തു? ഇദ്ദേഹത്തിന്റെ വാദപ്രകാരം ഒരു പഴം തിന്നത് കൊണ്ടാണോ ആ ദൈവം കോപിച്ചത്? യഥാർത്ഥത്തിൽ ദൈവം കോപിച്ചോ എന്നത് വേറൊരു വിഷയമാണ്. ദൈവം കോപിച്ചില്ല എന്നത് ഒന്നാമത്തെ കാര്യമാണ്. കോപിച്ചില്ല, പിന്നെയോ അതിൻ്റെ കോൺസിക്വൻസ് ആണ് പറഞ്ഞത്. തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞ് അതിന് ഒരു എന്താ പറയുക, ഒരു വാണിംഗ് ആണ് കൊടുത്തത്. നമുക്കറിയത്തില്ലേ, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും അതുപോലെ തന്നെ കൊടുംവളവുകളൊക്കെ ഉള്ള റോഡുകളിലെ റോഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ എന്ത് ചെയ്യും? കൊടുംവളവ്, വാഹനം പതുക്കെ ഓടിക്കുക. അപ്പോൾ വാഹനം പതുക്കെ ഓടിക്കുക, സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് തോന്നുക ആ സ്പീഡ് ലിമിറ്റ് ഒരു ഇച്ചിരി 100 പോയാനാണോ, അത് 20 പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പെതുക്കെ പോകണമെന്ന്. ഞാൻ കാശ് കൊടുത്ത് ഞാൻ മേടിച്ച വണ്ടിക്ക് ലക്ഷങ്ങൾ കൊടുത്തോ മേടിച്ച ബുള്ളറ്റ്, ഇത് ഞാൻ എങ്ങനെ ഓടിക്കണം ഞാനല്ലേ തീരുമാനിക്കും. ഈ റോഡിൽ കൂടെ 20 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ മതിയെന്ന്, ആ കൊടുംവളവായതുകൊണ്ട് പെതുക്കെ പോകാവുന്ന ഗോസ്ലോ, ഇതൊക്കെ പറയാൻ ആരാ? എന്താ ഇച്ചിരി പോയാനാണോ? ഇനി ഓവർ സ്പീഡിൽ പോയെന്ന് പറഞ്ഞുകൊണ്ട് ട്രാഫിക് പോലീസ് പെനാൽറ്റി അടയ്ക്കുന്നു. എന്തൊരു മര്യാദ കെട്ടിടപാട് എന്നാണോ ലൂസി ചന്ദ്രശേഖരൻ പറയാൻ ആഗ്രഹിക്കുന്നത്? ഇങ്ങനത്തെ ചിന്താഗതിയുള്ള മനുഷ്യരുണ്ടെങ്കിൽ ഈ ലോകത്ത് നിയമങ്ങളുണ്ടായിട്ട് എന്ത് ചെയ്യും ചന്ദ്രശേഖരൻ ഭാഷെ? അങ്ങ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങയുടെ ഫ്രീ തിങ്കിങ് എന്ത് വികലമാണെന്ന് മനസ്സിലാക്കും. അതുപോലെ തന്നെ അല്പെങ്കിലും യുക്തി ഉണ്ടെങ്കിൽ, യുക്തിബോധത്തോടെ ചിന്തിച്ചാൽ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് അവിടെ എവിടെയെങ്കിലും ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ടുണ്ട്, അവിടെ എവിടെയെങ്കിലും ഹൈ ടെൻഷൻ ലൈനുകളുടെ ചില സബ്സ്റ്റേഷനുകളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചിട്ടില്ലേ? ഹിന്ദിയിൽ സാവധാൻ, ഖത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അത് ഡേഞ്ചർ, അപകട മേഖല തുടങ്ങിയ ബോർഡുകൾ സ്ഥാപിച്ച് മുള്ളുവേലി കെട്ടി അവിടെ തലയോട്ടിയും 2 എല്ലും കഷ്ണമൊക്കെ ഇങ്ങനെ വെച്ച് അവിടെ ആൾക്കാർ അവിടെ പോകുന്ന മനുഷ്യരോട് പറയാണ് ഇങ്ങോട്ട് കയറരുത്, തൊടരുത്, ഇവിടോട്ട് അടുക്കരുത്. എന്തോ മര്യാദകേടല്ലേ? അങ്ങയുടെ ഭാഷ അനുസരിച്ച് എന്തൊരു മര്യാദകേടാണ്? ബൈബിളിലെ ദൈവം ഒരു ആപ്പിൾ തിന്നതിനാണോ ഇത്ര ആങ്കർ കാണിക്കുന്നത്, കോപം കാണിക്കുന്നത്, ക്രോധം കാണിക്കുന്നത്? ആണോ? അങ്ങേക്ക് അല്പമെങ്കിലും ചിന്താശക്തി ഉണ്ടെങ്കിൽ അങ്ങൊന്ന് മനസ്സിലാക്കണം. ഈ സൈൻ ബോർഡുകൾ അതിനെ ലംഘിക്കുന്നവർക്ക് അപകടമുണ്ടാക്കും എന്നതുകൊണ്ടല്ലേ അവർ ആ സൈൻ ബോർഡ് വെച്ചിരിക്കും. ട്രാൻസ്ഫോമറിലെ ഹൈ ടെൻഷൻ ലൈനിൻ്റെ അടുക്കൽ പോകരുത്. അവിടെ നമുക്കറിയാം, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസിൽ പോയാൽ അവിടെ പലവിധമായ ചാർട്ടുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. അത് ചിലത് പോസ്റ്ററിലെ പശുവിനെ കെട്ടരുത്, അതുപോലെ ഇരുമ്പ് തോട്ടിക്കൊണ്ട് മരച്ചില്ല മുറിക്കരുത് തുടങ്ങിയ ഒരുപാട് പോസ്റ്ററുകൾ അവിടെ വെച്ചിട്ടുണ്ട്. എന്തിനാണ്? ഒരു തോട്ടി കൊണ്ട് ഓമയ്ക്ക പറിച്ചിടുന്നതിനാണോ ഇത്ര പ്രശ്നം? ഇങ്ങനെ ചിന്തിച്ചാൽ ആ ചിന്തിക്കുന്ന വ്യക്തിയുടെ കാര്യം എന്തായി തീരുമെന്ന് അങ്ങ് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങയുടെ യുക്തിബോധം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇതിനെ യുക്തിബോധം എന്നാണോ പറയുന്നത്? ബൈബിളിലെ ദൈവം കോപശീലനല്ല. ആ പഴം പറിച്ച് തിന്നേണ്ട സമയമുണ്ട്. ആ സമയത്തെ അത് കഴിക്കാവൂ. അല്ലാത്ത സമയത്ത് അത് കഴിക്കുമ്പോൾ ആ വളവുള്ള സ്ഥലത്ത് സ്പീഡ് കുറച്ചു പോകണം. വളവില്ലാത്ത സ്ഥലത്ത് അതിലും കൂടുതൽ സ്പീഡിൽ പോകാൻ അവർ അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 11 kV 66 kV ലൈനിൻ്റെ അവിടെ അടുക്കരുത് എന്നെഴുതിയപ്പോൾ ആ ലൈനിൽ നിന്ന് വരുന്ന കറണ്ട് തന്നെയാണ് ഭവനങ്ങളിൽ, നമ്മുടെ വീട്ടുകളിൽ വിവിധ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ അതിൽ നിന്ന് വരുന്ന കറണ്ട് തന്നെ ഉപയോഗിക്കാൻ അനുവദിക്കുന്നുണ്ട്. എത്ര നിസ്സാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം അങ്ങയൊക്കെ ദൈവത്തോടുള്ള, ക്രിസ്ത്യാനികളോടുള്ള, ദൈവവചനത്തോടുള്ള വൈരാഗ്യ നിമിത്തം ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. കാര്യം അങ്ങയ്ക്ക് അതിനോടുള്ള വൈരാഗ്യ നിമിത്തം ആ സമൂഹത്ത് ക്രൈസ്തവ വിശ്വാസത്തെ തെറ്റായി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ആ വികല വ്യാഖ്യാനം കൊണ്ട് എന്താ സംഭവിക്കുന്നറിയാമോ? വലിയ കലഹങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ ഉണ്ടാക്കാൻ പര്യാപ്തമായ ചിന്താഗതിയാണ് അങ്ങ് പൊതുസമൂഹത്ത് വെച്ചിരിക്കുന്നത് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ഞങ്ങൾ മുതിരുന്നത്. അതുകൊണ്ട് യുക്തിബോധമുള്ള ആരെങ്കിലും ലൂസി മലയാളത്തിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക, നിങ്ങളുടെ സ്വന്തസിദ്ധമായ ദൈവദത്തമായ യുക്തിബോധം ഉപയോഗിച്ച് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ പുറം ലോകത്തേക്കൊന്ന് ചിന്തിച്ചു നോക്ക്. ലൂസി ചന്ദ്രശേഖരൻ അവതരിപ്പിക്കുന്ന ഈ വിധമായ കാര്യങ്ങൾ എത്ര വികലമായ ചിന്താഗതിയാണ്. ഒരു സാമൂഹിക സ്പർദ്ധ ജനിപ്പിക്കുന്ന വെറും പൊളിവാക്കല്ലാതെ അതിൻ്റെ അകത്ത് ശാസ്ത്രീയ ഇല്ലസ്ട്രേഷൻ, സയൻറ്റിഫിക് ഇല്ലസ്ട്രേഷൻ ഒന്നുമില്ല എന്ന് ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കും.
അതുകൊണ്ട് ബഹുമാനപ്പെട്ട ലൂസി ചന്ദ്രശേഖരൻ ആറാണ് CEO എന്തോ വന്നു, അദ്ദേഹം മനസ്സിലാക്കുക, അങ്ങേ ബഹുമാനിച്ചുകൊണ്ട് അങ്ങയുടെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, അങ്ങ് ഒന്ന് കണ്ണു തുറന്ന് ചുറ്റുപാട് നോക്കൂ. ബൈബിളിൽ ആ ദൈവം, സർവത്തെ സൃഷ്ടിച്ച ദൈവം പറയാണ്, എന്താ, നിങ്ങൾ പറിച്ചു തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ജീവന്റെ വൃക്ഷം അപ്പുറത്തുണ്ട്, അത് കഴിക്കുന്നതിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അവരാദ്യം അത് കഴിക്കണമായിരുന്നു. അതിനുശേഷം മറ്റെന്ത് കഴിച്ചാലും ഒന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷേ അവർ അത് കഴിക്കുന്നതിന് പകരം ഇത് കഴിച്ചു. അതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് അങ്ങയുടെ വികലമായ സങ്കല്പം കൊണ്ട് വിവേകമില്ലാത്ത മനുഷ്യരെ തെറ്റിക്കാൻ പറ്റും. ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. ബൈബിൾ പറയുന്നത് വിവേകമില്ലാത്ത മനുഷ്യൻ ദൈവത്തിൻ്റെ കാര്യങ്ങളെ മനസ്സിലാക്കാതെ സകലത്തെയും ദൈവവചനത്തെയൊക്കെ തങ്ങളുടെ നാശത്തിനായി പൊട്ടിക്കളയുന്നു എന്നാണ്. അതുകൊണ്ട് വിവേകമില്ലാത്ത മനുഷ്യരെ അങ്ങേക്ക് തെറ്റിക്കുവാൻ സാധിക്കുമെങ്കിലും വിവേകമുള്ള മനുഷ്യരെ അല്പം പോലും ചാഞ്ചാട്ടം വരുത്തുവാൻ, അവരുടെ വിശ്വാസത്തെ ഒലയ്ക്കുവാൻ അങ്ങയുടെ ഈ പാഴ്ശ്രമത്തിന് കഴിയുകയില്ല എന്ന് ഒരിക്കൽ കൂടി തർപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ ഞങ്ങൾ ചുരുക്കും.